സാർ എങ്ങനെയുണ്ടായിരുന്നു പടം മൊത്തത്തിൽ? എനിക്ക് അബിയുടെ സ്റ്റോറി ടെല്ലിംഗ് ഫ്രം ദ ബിഗിനിങ് നോക്കുന്ന സമയത്ത് വളരെയധികം വ്യത്യസ്തതകൾ കാണാറുണ്ട്. ഈ സിനിമയ്ക്ക് എന്താ വെച്ചാൽ ഇത് നമ്മൾ അറിയുന്നൊരു കേസ് പോലെ, കാരണം ആ ഒരു മരണവും ആ ഒരു കൊലപാതകമാണോ ആത്മഹത്യയാണോ ഈ കേസിലേക്ക് അറിയാം. അപ്പോൾ ആ കേസിനെ സിനിമാറ്റിക്കലി ഇത് കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും പറയുന്നു. ഒരു സിവിലിയൻ പോലും വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരൻ പോലും വിചാരിച്ചു കഴിഞ്ഞാൽ പോലീസിനെ പല കേസിനെയും ഇൻവെസ്റ്റിഗേഷനത്തിൽ തെളിയിക്കാൻ സാധിക്കും. അതിനകത്ത് സീനിയർ ഓഫീസേഴ്സിൻ്റെ അല്ലെങ്കിൽ പോലീസുകാരുടെ ഈഗോ ഇല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടതായിട്ടുള്ള നീതി കിട്ടുന്നതായി. അപ്പോൾ അത് ഇനിയെങ്കിലും ഇവിടുത്തെ ഈ ഒരു 5% പോലീസുകാരെങ്കിൽ മാറ്റി വെച്ചു. കാരണം എൻ്റെ കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ 24 മണിക്കൂറിനകത്ത് കേസിന് തുമ്പുണ്ടാക്കിയിട്ടുള്ള ചരിത്രമുണ്ട്. വേണ്ട എങ്കിൽ 14 ദിവസം കഴിഞ്ഞാലും ആൾ മൂക്കിൻ്റെ താഴത്തുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ നടക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമ ഒരു മെസ്സേജാണ്. പലരുടെയും ഒരമ്മയുടെ അച്ഛൻ്റെയും മനസ്സ് വേദനിക്കുന്നത്, സ്വന്തം കുട്ടി മരിച്ചുപോയി എന്നുള്ളതിനെ കൊണ്ട് വേദനിക്കുന്ന ആ അമ്മയുടെ അച്ഛൻ്റെയും മനസ്സുകൾ കാണാതെ ഒരു പോലത്തെ എനിക്കെൻ്റെ പവറുണ്ട്, എനിക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ ഒരു ചോദ്യം ചെയ്യലാണ് ഈ സിനിമ. അപ്പോൾ അതുകൊണ്ട് ആ സാധാരണക്കാരനായിട്ട് നമ്മുടെ ഹീറോ ക്യാരക്ടർ അർജുൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നിങ്ങളിൽ ഓരോരുത്തരുമാണ്, സമൂഹത്തിൻ്റെ ഓരോരുത്തരുമാണ്. അവരിനിയും മുന്നോട്ട് വേണമെങ്കിൽ ഇതേപോലെ പോലീസുകാർ ആ ഈഗോ ഇല്ലാത്തവരുടെ കമ്മീഷണറോ അല്ലെങ്കിൽ DSP എല്ലാം ഓക്കെ നീ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യസന്ധമായിട്ട് കേസുകൾ തെളിയിക്കാൻ സാധിക്കും എന്നുള്ളത് പറഞ്ഞ് കഥ പറഞ്ഞു. വൺ ഷുഡ് വാച്ച് ദിസ് ഫിലിം. അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഒരു അമ്മയുടെ ഫീലിംഗ്, അമ്മ എന്നത് എല്ലാം കൂടെ എന്നെ സംബന്ധിച്ചോളാം ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. ബിക്കോസ് ഐ ലവ് മൈ മദർ, ഐ മിസ് മൈ മദർ. അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സിനെ ഞാൻ എപ്പോഴും സല്യൂട്ട് അടിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാത്തവന്മാരെ ഞാൻ നോക്കുപോലുമില്ല, അത് എത്ര വലിയ സീനിയറാണ് എൻ്റെ മുഖത്ത് കാണാതെ ഐ ഡോണ്ട് ലൈക്ക് യു. അല്ലാതെ ഒരു സാധാരണ കോൺസ്റ്റബിളിനാണെങ്കിൽ ശരി നന്നായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നതിനെ ഞാൻ റിയലി അപ്രീഷിയേറ്റ്. അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അതുകൊണ്ട് ഇത് കാണുന്ന ഓരോ പോലീസുകാരോടും എനിക്ക് റിക്വസ്റ്റാണ്, നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ കരുത്താണ്. ആ വിശ്വാസത്തിനെ നിങ്ങൾ ഒരിക്കലും കളയരുത്. എൻ്റെ തന്നെ റിട്ടയറായിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ഓർക്കാനുള്ള നല്ല നല്ല ഓർമ്മകൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്യൂ. ബാക്കി സീനിയേഴ്സ് പലതും പറയുമായിരിക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് എൻ്റെ നട്ടലോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സായിട്ട് എൻ്റെ കേരള പോലീസ് എന്നും ഞാൻ കാണാനായിരിക്കും. ഈ സിനിമ കണ്ടപ്പോൾ ഒന്നുകൂടെ ആ മെസ്സേജാണ്, എവറി വൺ ഷുഡ് വാച്ച് ദിസ് ഫിലിം. എല്ലാവർക്കും ഇത് ജീവിതത്തിൽ ഉണ്ടാവുന്നൊരു സംഭവമാണ്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിവേ ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ടു ദ ഡയറക്ടർ ആൻഡ് ദ എൻറ്റയർ ടീം, റൈറ്റർ, ഡയറക്ടർ, മ്യൂസിക് ആൻഡ് എവറിഥിങ് വാസ് വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഈ മിഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീര സിനിമ, അസലായിരുന്നു. എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അമ്മയും മോനും തമ്മിലുള്ള ഒരു ബോണ്ടില്ലേ, അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സസ്പെൻസ് ലാസ്റ്റ് സെക്കൻഡ് ഹാഫിൽ ഒരു അരമണിക്കൂർ നമ്മളെല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളൊരു ത്രില്ലിലൊരു ഇതിൽ നിർത്തും. ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ട് നല്ല നല്ല ഫോട്ടോഗ്രാഫി, നല്ല ഡയറക്ഷൻ, എല്ലാം കൂടെ നല്ല. ഈ അർജുൻ അശോകൻ്റെ ഇതുവരെയുള്ള ഒരു സിനിമ അഭിനയത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. വേറൊരു ലെവലിലാണ് ചെയ്തിരിക്കണം. പിന്നെ സൈജു കുറുപ്പ് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ്. അത് അദ്ദേഹത്തിൻ്റെ വേറൊരു സ്റ്റൈൽ പിടിച്ച് ചെയ്തിരിക്കണേ, നന്നായിട്ടുണ്ട്. ഈ സൈജു കുറുപ്പിനൊക്കെ ഡെലിവറി ഡിഫറെൻ്റ് ആയിട്ടുള്ള തികച്ചും ഡിഫറെൻ്റ് ആയിരുന്നു, നന്നായിട്ട് ചെയ്തു. കുറുപ്പിൻ്റെ പെർഫോമൻസ് ഒരു പുതുമുഖ സംവിധായകനാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു അത് തോന്നില്ല കേട്ടോ. പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരു പുതുമുഖ സംവിധായകനാണെന്ന് പറയാൻ പറ്റില്ല. നന്നായിരുന്നു. അഭിലാഷ്മിയുടെ ത്രില്ലർ രീതിയിലുള്ള എഴുത്തിനെ കുറിച്ച് എന്താ? ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് അല്ലേ. നടന്ന സംഭവത്തിൻ്റെ ഇൻസ്പിറേഷനാണ്, പിന്നെ പലതുമുണ്ട്. ഞാൻ ഇത് രണ്ടാമത്തെ തവണയാണ് ആനന്ദശ്രീമാരെ കാണുന്നത്. ഞാൻ നേരത്തെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നല്ല സിനിമയാണ്. ഒരു അടുത്ത കാലത്ത് മലയാള സിനിമകളുടെ ഏറ്റവും നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിലൊന്നാണ്. നല്ല രീതിയിൽ മേക്ക് ചെയ്ത സിനിമയാണ്, നല്ല സ്ക്രിപ്റ്റാണ്, നല്ല മ്യൂസിക്കാണ്, എല്ലാ രീതിയിലും നമുക്ക് 2-3 തവണ കാണാവുന്ന ഈ അർജുനും സൈജു കുറുപ്പൊക്കെ ആണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ജോണർ ഓഫ് ആക്ടിങ് ചെയ്തൊരു മൂവിയാണല്ലോ, അത് വെച്ച് എങ്ങനെ നോക്കുന്നത്? ഞാൻ തീർച്ചയായിട്ടും അല്ല, ആദ്യമായിട്ടാണ് അർജുൻ ഇത്തരം ഒരു ക്യാരക്ടർ ചെയ്തത്. അർജുൻ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പോലും ചെയ്തിട്ടാണ് എൻ്റെ അർജുൻ വളരെ മനോഹരമായിട്ട്, വളരെ സിമ്പിളായിട്ട്, വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സൈജു കുറുപ്പ് അതുകൊണ്ട് സൈജുവിൻ്റെ വളരെ അടുത്ത കാലത്തുള്ള സിനിമകൾ വെച്ച് ഏറ്റവും നല്ല ക്യാരക്ടർ നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ മനോഹരമായിട്ട് സൈജ് ചെയ്തിട്ടുണ്ട്.
തീർച്ചയായിട്ടും എല്ലാവരും സജീവ് മാത്രമല്ല അഭിനയിച്ച എല്ലാവരും സംഗീതയായാലും അപർണയായാലും എല്ലാവരും വളരെ മനോഹരമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പടം? അവിടെ രസമുണ്ട്. രസമെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു ഫാൻറ്റസി എലമെൻ്റാണ് എനിക്ക് ശരിക്കും ഇഷ്ടമാണ്. ഈ അച്ഛൻ്റെ ക്യാരക്ടർ അമ്മയും തമ്മിലുള്ളൊരു ഇമോഷണൽ ബോണ്ടുണ്ട്. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ എങ്ങനെ ആരും ഇതേപോലെ ചെയ്യാത്തൊരു ട്രീറ്റ്മെൻറ്റാണ്. എന്നാലും പടം ഗംഭീരമാണ്, എല്ലാവരും കാണാം. സാധാരണ ത്രില്ലർ ശ്രേണിയിലുള്ള പടത്തിൽ ഇങ്ങനത്തെ ഒരു ഇമ്പാക്ട് വരുമ്പോൾ ഹാലുസിനേഷൻ അങ്ങനെ ഒരു ഇമ്പാക്ട് വരുമ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഈ പടത്തിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഈ പടത്തിൽ വെറൈറ്റി ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ. പിന്നെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ അത് കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട ഏരിയയാണ്. പക്ഷെ എന്തുകൊണ്ട് ഡയറക്ടറും അവൻ അഭിലാഷം നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഏരിയ എഴുത്തിൻ്റെ ഒരു ഗുണമുണ്ടായിരുന്നു.